ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഈ ഫോർജിങ്ങിനെ നമ്മൾ സ്മിത്തി എന്നും പറയാറുണ്ട്. സ്മിത്തി എന്ന വേർഡ് നമ്മൾ ഒരുപക്ഷെ കേട്ട് കാണും. നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്മിത്തി എന്നൊക്കെ എന്ന് പറയുന്ന ആ സംഭവമൊക്കെ ഉണ്ട്. ഈ കൊല്ലൻ്റെ ആല എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ കൊല്ലൻ എന്തിനാണ് അയാളുടെ ജോലി എന്താണ്? ഈ കൊല്ലൻ്റെ ആല എന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മുടെ ഈ കത്തി, വെട്ടുകത്തി, കോടാലി, ഇങ്ങനത്തെ കമ്പോണൻസ്, ഇങ്ങനത്തെ വെപ്പൺസ്, ഡൊമസ്റ്റിക് വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് കൊല്ലൻ്റെ ആലയിലാണ്. അതായത് ഈ കത്തിക്ക് മൂർച്ച കൂട്ടുന്നതും, അല്ലെങ്കിൽ കോടാലിയോ വെട്ടുകത്തി അതിൻ്റെ മൂർച്ച കൂട്ടുന്നതും അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ഈ കൊല്ലൻ്റെ ആലയിൽ വെച്ചിട്ടാണ്. ഈ ഒരു സംഭവം നിങ്ങൾ കേട്ട് കാണല്ലോ. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സ്മിത്തി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ സ്മിത്തി എന്നായിരിക്കും ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെയ്യുന്ന ഓപ്പറേഷനാണ് ഈ ഫോർജിങ് എന്ന് പറയുന്നത്. കൊല്ലൻ്റെ ആലയിൽ എന്താണ് ചെയ്യുന്നത്? അയാൾ കൽക്കരി ഉപയോഗിച്ച് വർക്ക് പീസിനെ ചൂടാക്കും. വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു കത്തിയാണ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ കത്തിയുടെ ഷേപ്പിലായിരിക്കും വർക്ക് പീസ് ഇരിക്കുന്നത്. അതിനെ ചൂടാക്കിയിട്ട് നല്ല ചുട്ടുപടുത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ എത്തപ്പോഴേക്കും അയാൾ ആ ആലയിൽ നിന്ന് അതിനെ പുറത്തെടുത്തിട്ട് ഹാമർ ഇട്ട് അടിച്ച്, അതായത് ചുറ്റിയിലിട്ട് അടിച്ച് അതിനെ മിനുസപ്പെടുത്തി നല്ല തിന്നാക്കി എടുത്തിട്ട് ഒരു വെട്ടുകത്തി അല്ലെങ്കിൽ കത്തിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് വെള്ളത്തിലോട്ട് മുക്കിയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. വെള്ളത്തിലോട്ട് മുക്കപ്പോഴേക്കും അത് തണുക്കും, എന്നിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി ഫോർജിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ കൊല്ലൻ്റെ ആല എന്ന് പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫോർജിങ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അയാളുടെ ഒരു കയ്യിൽ വർക്ക് പീസും മറ്റേ കയ്യിൽ ചുറ്റിയലുമായിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ ഹാൻഡ് ഫോർജിങ്ങിന് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഒരു 6-7 ഓപ്പറേഷനെ പറ്റി, അപ്സെറ്റിംഗ് എന്നും സെറ്റിംഗ് ഡൗൺ എന്നും കട്ടിംഗ് എന്നും വെൽഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ് എന്ന സംഭവങ്ങൾ പഠിച്ചു. അപ്പം അത് ഹാൻഡ് ഫോർജിങ്ങിൽ വരുന്ന കുറേ ഓപ്പറേഷൻസ് ആണ്. അപ്പം അങ്ങനെ ഈ ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫോർജിങ് മെത്തേഡാണ്. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. 3 മെത്തേഡ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതും 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർജിങ് എന്നൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ 3 ടൈപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ സിമ്പിളാക്കിയാണ് 2-3 പോയിൻറ്റ്സ് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിലും കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തേത് ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ഇതിലിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ വർക്ക് പീസ് ആയിരിക്കും, മറ്റേ കയ്യിൽ ബാൾ പീൻ ഹാമർ അല്ലെങ്കിൽ ഹാമർ ആയിരിക്കും, മെറ്റൽ ഹാമർ ആയിരിക്കും. അതുപയോഗിച്ച് ഹാമർ ഇട്ട് കംപ്രസീവ് ഫോഴ്സ് കൊടുത്താണ് ഓരോ ഷേപ്പിൽ, നമുക്ക് വേണ്ട ഷേപ്പിലും സൈസിലും എല്ലാം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആളുടെ സ്കില്ലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വർക്ക് പീസ് എടുത്തിട്ട് അതിൽ ഹാമർ ഇട്ട് അടിച്ചെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള ഷേപ്പൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അതിന് നല്ല എക്സ്പീരിയൻസ്, നല്ല സ്കില്ലും വേണം. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്ക് നല്ല സ്കില്ല് വേണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രവുമല്ല വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്നത്. അയാൾ വർക്ക് പീസിലിട്ട് അടിച്ചടിച്ച് ചുറ്റിലിട്ട് അടിച്ചടിച്ച് പിന്നെ അതിനെ ചൂടാക്കിയിട്ട് പിന്നെ അതിനെ ചുറ്റിലിട്ട് അടിച്ചടിച്ചാണ് വേണ്ട ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഷേപ്പ് ആവുന്നോ അതിന് കൂടുതൽ ടൈം എടുക്കും ആ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷന് സൂട്ടബിൾ അല്ല. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷനാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വെഹിക്കിൾസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം മൊബൈൽ ഫോൺസൊക്കെ ഉണ്ടാക്കുന്നു, ഓട്ടോമൊബൈൽസൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെല്ലാം മാസ് പ്രൊഡക്ഷനാണ്. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനെയാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻ ഒന്നും മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനൊക്കത്തില്ല. കാരണം ഒരുപാട് സമയം എടുക്കും ഈ ഓരോ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹാൻഡ് ഫോർജിങ് ആണെങ്കിൽ. അപ്പോൾ അതൊന്നും മാസ് പ്രൊഡക്ഷന് സൂട്ടബിൾ അല്ല. പക്ഷേ ഹാൻഡ് ഫോർജിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പ് ആയിരുന്നാലും എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷേപ്പ് ആയിരുന്നാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അയാൾക്ക് എക്സ്പീരിയൻസ്, ആവശ്യത്തിന് സ്കില്ലും ഉണ്ടെങ്കിൽ അയാളുടെ കഴിവിനനുസരിച്ച് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷേപ്പും അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഹാൻഡ് ഫോർജിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള ഫോർജിങ്ങിനേക്കാളും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷേപ്പ് വരെ ഹാൻഡ് ഫോർജിങ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻ, ഹാൻഡ് ഫോർജിങ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ ഹാൻഡ് ഫോർജിങ്ങിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. രണ്ടാമത്തെ മെത്തേഡാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഹാൻഡ് ഫോർജിങ്ങിൽ എങ്ങനെയാണ് കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നത്? ഹാമർ ഇട്ട് അടിക്കും. ഹാമറിൻ്റെ ബ്ലോ കൊടുത്താണ്, അയാളുടെ വലത്തെ കയ്യിൽ മിക്കവാറും ഹാമർ ആയിരിക്കും. ആ ഹാമർ ഇട്ട് വർക്ക് പീസിൽ അടിച്ചാണ് ആ കംപ്രസീവ് ഫോഴ്സ് അവിടെ കൊടുക്കുന്നത്. ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് കാണും. ആ വെയിറ്റിനെ ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് അതിനെ പൊക്കിയിട്ട് അതിനെ ജസ്റ്റ് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഗ്രാവിറ്റി മൂലം ആ വെയിറ്റ് വന്ന് വർക്ക് പീസിൽ വന്ന് ഇടിക്കും. അങ്ങനെയാണ് കംപ്രസീവ് ഫോഴ്സ് ഇതിലുണ്ടാക്കുന്നത്. അതായത് ഹാമർ ഇട്ട് ബ്ലോ കൊടുക്കുന്ന ആ ഒരു സെയിം ബ്ലോ തന്നെ, അതിനേക്കാളും ഹെവി ബ്ലോ തന്നെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഡ്രോപ്പ് ചെയ്താണ്. ഒരു വെയിറ്റിനെ സെർട്ടൻ ഹൈറ്റിലോട്ട് പൊക്കും, അല്ലെങ്കിൽ ഹാമറിനെ തന്നെ അതിന് സെർട്ടൻ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്രാവിറ്റി മൂലം അത് വന്ന് താഴത്തെ വർക്ക് പീസിൽ വന്ന് ഇടിക്കും. അങ്ങനെ കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാക്കി
ഫോർജിങ് ചെയ്തെടുക്കുന്ന ആ ഓപ്പറേഷനെയാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡ് ഫോർജിങ്ങിലാണെങ്കിൽ ഹാമർ ഇട്ടാണ് ബ്ലോ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒരാൾക്ക് എടുത്ത് പൊക്കാൻ പറ്റുന്ന ഹാമറിൻ്റെ വെയിറ്റിന് കുറച്ച് ലിമിറ്റൊക്കെ ഉണ്ട്. ഒരു മേ ബി അയാൾക്ക് ഒരു 25 കിലോ ഉള്ള ഹാമർ എടുത്ത് പൊക്കാൻ പറ്റിയെന്നിരിക്കും. അല്ലാതെ 50 കിലോ 100 കിലോ ഉള്ള ഹാമറൊന്നും അയാൾക്ക് എടുത്ത് പൊക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡ്രോപ്പ് ഫോർജിങ് ആണെങ്കിൽ അങ്ങനെ ലിമിറ്റേഷൻ ഇല്ല. കാരണം അതിന് ഹാമർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് മേ ബി 100 കിലോ 200 കിലോ ആയിരുന്നാലും അതിന് ഒരു മെഷീൻ കാണും അതിനെ പൊക്കാനായിട്ട്. അങ്ങനെ സെർട്ടൻ ഹൈറ്റിലോട്ട് പൊക്കാനായിട്ട് മെഷീൻ കാണും. ആ മെഷീൻ ഉപയോഗിച്ച് അതിനെ പൊക്കിയിട്ട് ജസ്റ്റ് അങ്ങ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് അത്രയും വെയിറ്റ് വന്ന് താഴത്തെ വർക്ക് പീസിൽ വന്ന് അങ്ങ് ഇടിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കംപ്രസീവ് ഫോഴ്സ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വെയിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. കൂടുതൽ വെയിറ്റ് ഉള്ള ഹാമർ ഈ ഡ്രോപ്പ് ഫോർജിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ വലിയ കമ്പോണൻസ് ഈ ഡ്രോപ്പ് ഫോർജിങ് വഴി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഡൈ കാണും. എന്ത് ഷേപ്പിലാണോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റിയുള്ള ഡൈ കാണും. ആ ഡൈ എന്ന് പറയുന്നത് 2 ഹാഫായിട്ടായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ 2 ഹാഫിൻ്റെ അകത്ത് ഈ വർക്ക് പീസിനെ കൊണ്ട് വയ്ക്കും. പ്ലാസ്റ്റിക് ഷീറ്റിലോട് ചൂടാക്കി വർക്ക് പീസിനെ കൊണ്ട് വച്ചിട്ട് ഈ ഹാമർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്ന കമ്പോണൻ്റെ സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. ഡൈയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ വന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഗ്രാവിറ്റി മൂലം വളരെ ഹൈ ഫോഴ്സിലായിരിക്കും അത് വന്ന് വീഴുന്നത്. അത് വന്ന് വീണ് ഏത് ഷേപ്പിലാണോ ഈ ഡൈ എന്ന് പറഞ്ഞാൽ എന്ത് ഷേപ്പിലാണോ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റിയാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സ് വന്ന് ഈ ഹാമർ വന്ന് അതിൻ്റെ മുകളിലേക്ക് വീഴുമ്പോഴേക്കും വർക്ക് പീസ് ചതഞ്ഞ് എന്ത് ഷേപ്പിലാണോ ഉണ്ടാവേണ്ടത് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഡൈ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് വർക്ക് പീസ് എന്ന് കരുതുക. ഇതൊരു സിലിണ്ടറിക്കൽ ക്രോസ് സെക്ഷനുള്ള ഒരു റോഡാണ് വർക്ക് പീസായിട്ടുള്ളത്. സിമ്പിളായിട്ട് കരുതുക. അപ്പോൾ ഇത് നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഈ ഷേപ്പിലാണ് ഈ വർക്ക് പീസിനെ ആക്കിയെടുക്കേണ്ടത്. ഇതൊരു ഹെക്സഗണൽ ഷേപ്പാണ്. സിലിണ്ടറിക്കൽ ഷേപ്പിലായിട്ടാണ് അതിന് വർക്ക് പീസ്. അതിനെ ഫോർജ് ചെയ്ത് ഈ ഹെക്സഗണൽ ഷേപ്പിലോട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഡൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഡൈ എന്ന് പറയുന്നത്. ആ ഡൈയുടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റി എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ സെയിം ആ ഒരു ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ക്യാവിറ്റിക്കും സെയിം ഷേപ്പും സെയിം സൈസും ഒക്കെ ആയിരിക്കും. ഈ ഡൈ എന്ന് പറഞ്ഞാൽ 2 ഹാഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് ഒരു ഹാഫ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മുകളിൽ ഒരു ഹാഫ് കാണും. അങ്ങനെ 2 ഹാഫായിട്ടായിരിക്കും ഈ ഡൈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡൈ ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ എക്സഗണൽ ഷേപ്പ് തന്നെയായിരിക്കും ഈ ഡൈക്കകത്ത് കിട്ടുന്നത്. ഡൈയുടെ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ സെയിം ഷേപ്പും സൈസും തന്നെയായിരിക്കും ഈ 2 ഡൈയും കൂടെ ചേർത്ത് വെച്ചാൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വർക്ക് പീസിനെ പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ചൂടാക്കുന്നു. എന്നിട്ട് ഡൈയുടെ അകത്ത് പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ ഡൈയുടെ അകത്ത് താഴത്തെ ഹാഫിൽ വെച്ചു. എന്നിട്ട് മുകളിലത്തെ ഹാഫും കൂടെ ചേർത്ത് ഇങ്ങനെ വയ്ക്കുന്നു. ചേർത്ത് ഇങ്ങനെ വച്ചിട്ട് ഈ ഹാമർ ഇട്ട് അടിക്കും. അതെ, ഹാമർ അടിക്കും. അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ഫോർജിങ് ആണെങ്കിൽ നല്ല ഹെവി വെയിറ്റിന് ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് ഒരു 100 കിലോ അല്ലെങ്കിൽ 200 കിലോ വെയിറ്റ് ആയിരിക്കും. അതിൻ്റെ സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ആ വെയിറ്റ് വന്ന് ഈ ഡൈയുടെ മുകളിലോട്ട് വന്ന് വീഴും. അങ്ങനെ ഡൈയുടെ മുകളിലോട്ട് വന്ന് വീഴുമ്പോഴേക്കും ആ ഡൈ താഴോട്ട് മൂവ് ചെയ്ത് ഈ വർക്ക് പീസിനെ ചതച്ച് ഈ ഷേപ്പിൽ ആക്കിയെടുക്കുക. അങ്ങനെ 3-4 തവണ ബ്ലോ എടുക്കുമ്പോഴേക്കും ഈ കറക്റ്റ് ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് ഡൈ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്ത് ഫിനിഷ്ഡ് പ്രോഡക്റ്റാണോ വേണ്ടത് ആ സെയിം സൈസ് ആൻഡ് ഷേപ്പിലുള്ള ക്യാവിറ്റി ആയിരിക്കും ഈ ഡൈയുടെ അകത്തുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രോപ്പ് ഫോർജിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഡൈക്ക് 2 ഹാഫ് കാണും. ആ വർക്ക് പീസ് പ്ലാസ്റ്റിക്കിലോട്ട് ചൂടാക്കി ഡൈയുടെ അകത്ത് വയ്ക്കും. ഇത് ഡൈയുടെ മുകളിൽ അതിൻ്റെ സർഫസിലായിരിക്കും ഹെവി ബ്ലോ കൊടുക്കുന്നത്. 2-3 തവണ ഈ ഡ്രോപ്പ് ഫോർജിങ് ചെയ്യുമ്പോൾ അതായത് സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 3-4 തവണ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ വെയിറ്റുള്ള ഹാമറൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം മതി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഹാൻഡ് ഫോർജിങ്ങിനേക്കാളും കുറച്ച് ടൈം കൊണ്ട് ഈ ഡ്രോപ്പ് ഫോർജിങ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തൊരു മെത്തേഡാണ് പ്രസ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ. ഈ ഡ്രോപ്പ് ഫോർജിങ്ങിൽ സത്യം പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഫോഴ്സാണ് വരുന്നത്. സെർട്ടൺ ഹൈറ്റിലോട്ട് വെയിറ്റിനെ പൊക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അത് വളരെ ഹൈ സ്പീഡിലായിരിക്കും. ഗ്രാവിറ്റി മൂലം വളരെ ഹൈ സ്പീഡിലായിരിക്കും അത് വന്ന് താഴത്തെ ആ ഡൈയിലേക്ക് വന്ന് ഇടിക്കുന്നത്. അപ്പോൾ അതിന് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയും. പക്ഷേ ഈ പ്രസ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോയിൽ ഈ വെയിറ്റ് വന്ന് ഇതിലോട്ട് വന്ന് അപ്ലൈ ആവത്തുള്ളൂ. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ആവത്തുള്ളൂ. ഡ്രോപ്പ് ഫോർജിങ് ആണെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഫോഴ്സാണ് വന്ന് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. വളരെ സഡൻ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഫോഴ്സ്. പക്ഷേ പ്രസ് ഫോർജിങ് ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. വളരെ സ്ലോയിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വളരെ സ്ലോയിലായിരിക്കും. അങ്ങനെ വളരെ സ്ലോയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു എക്യുപ്മെൻ്റ് ഉണ്ട്, ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയും. ആ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണ് ഇതിനെ വളരെ ഹെവി ഈ ഡ്രോപ്പ് ഫോർജിനെക്കാളുമൊക്കെ വളരെ ഹെവി ഫോഴ്സ് നമുക്ക് ഈ പ്രസ് ഫോർജിങ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാനൊക്കും. ആണ് ഹൈഡ്രോളിക് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്യാനൊക്കും. ഇത് സഡൻ ആയിട്ടുള്ള ഈ ഫോഴ്സ് കൊടുക്കുന്നത് വളരെ സ്ലോയിലാണ് ഈ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വളരെ സ്ലോയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ് തന്നെയാണ് പ്രസ് ഫോർജിങ് എന്ന് പറയുന്നത്. ഈ പ്രസ് ഫോർജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ്റെ പേരാണ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. ഇതിനെ മെഷീൻ ഫോർജിങ് എന്ന് പറയാം.
അപ്പോൾ ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചാണ് ഈ കംപ്രസീവ് ഫോഴ്സ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതും വളരെ സ്ലോയിലി ഫോഴ്സ് അപ്ലൈ ചെയ്യത്തുള്ളൂ. പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ഫോഴ്സ്, ഡ്രോപ്പ് ഫോർജിനെക്കാളും ഒക്കെ വളരെ ഹെവി ഫോഴ്സ് ഈ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വളരെ സ്ലോയിലി അപ്ലൈ ചെയ്യത്തുള്ളൂ. വളരെ സ്ലോയിലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ കാണാം, ഫോഴ്സ് കൊടുക്കുന്നതിനൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. ഡ്രോപ്പ് ഫോർജിങ്ങിനാണെങ്കിൽ നമുക്ക് കൺട്രോൾ ഇല്ല. അതിന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഹെവി ഫോഴ്സിൽ വന്ന് താഴാത്ത വർക്ക് പീസിൽ വന്നങ്ങ് ഇടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൺട്രോളൊന്നുമില്ല. പക്ഷേ പ്രസ് ഫോർജിങ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട്. വളരെ സ്ലോയിലേ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്ര ഫോഴ്സാണോ അപ്ലൈ ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മാസ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രസ് ഫോർജിങ് അല്ലെങ്കിൽ മെഷീൻ ഫോർജിങ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഫോർജിങ്ങും പ്രസ് ഫോർജിങ്ങും രണ്ടും മാസ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നതാണ്. അതായത് ഒരുപാട് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് ഡ്രോപ്പ് ഫോർജിങ്ങും പ്രസ് ഫോർജിങ്ങും. അപ്പോൾ പ്രസ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. വളരെ സ്ലോയിലായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാസ് പ്രൊഡക്ഷൻ സൂട്ടബിൾ ആണ്, പ്രസ് ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഈ ഡ്രോപ്പ് ഫോർജിങ്ങിൻ്റെയും പ്രസ് ഫോർജിങ്ങിൻ്റെയും വീഡിയോ നമുക്ക് കാണാം. ആദ്യം ഡ്രോപ്പ് ഫോർജിങ്. ഇതാണ് വർക്ക് പീസ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ചൂടാക്കിയ വർക്ക് പീസാണ് ഇരിക്കുന്നത്. ഇതാണ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കയർ വലിക്കപ്പോഴാണ് അത് മുകളിലോട്ട് പൊങ്ങുന്നത്. പൊക്കാനായിട്ട് വേറെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇതെന്ന് പറയുന്നത് കണ്ടാൽ തന്നെ അറിയാം, വലിയ ഒരു ഹാമറിൻ്റെ ഷേപ്പാണ് ഉള്ളത്. വലിയ ഹാമർ മീൻസ് അത്രത്തോളം വെയിറ്റ് വരുന്നുണ്ട്. മേ ബി 200 കിലോ 300 കിലോ ഉള്ള വെയിറ്റ് ആയിരിക്കും ഈ എടുത്ത് പൊക്കുന്നത്. അത് എടുത്ത് പൊക്കിയിട്ട് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ വളരെ ആ ഗ്രാവിറ്റി മൂലം വളരെ ഹൈ ഫോഴ്സിലായിരിക്കും, വലിയ ഇമ്പാക്റ്റ് ആയിട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാം. ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പം ആ ഗ്രാവിറ്റി മൂലമുള്ള ഹെവി ആ ഒരു ഫോഴ്സിലായിരിക്കും താഴത്തെ വർക്ക് പീസിൽ വന്ന് ഇടിക്കുന്നത്. അങ്ങനെ നമുക്ക് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള സൈസിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. ഹാമറിൻ്റെ സർട്ടൻ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഗ്രാവിറ്റി മൂലം അത് വർക്ക് പീസിൽ വന്ന് ഹെവി ഫോഴ്സിൽ വന്ന് ഇടിക്കും. കണ്ടല്ലോ, 200-300 കിലോ കാണും ആ ഹാമർ എന്ന് പറയുന്ന ഈ ഒരു പോർഷന്. ചതച്ച് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. ഇത് മാസ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്തതാണ് പ്രസ് ഫോർജിങ്. ഇതിന് വർക്ക് പീസിനെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ചൂടാക്കി എന്നിട്ട് ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടറിയാം, വളരെ സ്ലോയിലാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പം വീഡിയോ ഫാസ്റ്റ് ആക്കിയാണ് ചെയ്തത്, അതുകൊണ്ടാണ് സ്പീഡിൽ കാണുന്നത്. ഇത് വളരെ സ്ലോയിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ. നമുക്ക് ഇഷ്ടമുള്ള ഫോഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്ത് ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കണ്ടല്ലോ, ഈ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, നല്ല ചുട്ടുപഴുത്ത് നല്ല ഗോൾഡൻ ഓറഞ്ചിഷ് കളറിലിരിക്കുകയാണ്. ഇതാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇത് തൊടാനൊന്നും നോക്കത്തില്ല, നമ്മുടെ കൈയൊക്കെ പൊള്ളി പോകും. വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. കാണുമ്പോൾ തൊടാനൊക്കെ തോന്നും, തൊട്ട് കളയരുത്. വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഇതിന്. ഇതാണ് ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച്, അതായത് പ്രസ് ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. വളരെ സ്ലോയിലായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഡ്രോപ്പ് ഫോർജിങ്ങിനെക്കാളും വളരെ ഹെവി ഫോഴ്സ് ഈ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തിക്നെസ് നല്ലവണ്ണം കുറയ്ക്കുകയാണ്. ആദ്യം വർക്ക് പീസിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, തിക്നെസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിക്നെസ് കുറച്ച് കൊണ്ടുവരികയാണ്. മേ ബി ലെങ്ത് കൂടും, തിക്നെസ് കുറയ്ക്കുന്നതനുസരിച്ച് ലെങ്ത് കൂടും. ഇതാണ് പ്രസ് ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോണൻസിന് സത്യം പറഞ്ഞാൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ടാണ് സ്പാനർ, എഞ്ചിനിൽ വരുന്ന കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ഇങ്ങനത്തെ കമ്പോണൻസ് അതെല്ലാം ഒരുപാട് ഫോഴ്സസ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പോണൻസ് ആയിരിക്കണം ഈ കണക്റ്റിംഗ് റോഡും ഇതുമല്ല. അപ്പോൾ അതെല്ലാം ഈ ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിച്ചായിരിക്കും എഞ്ചിൻ്റെ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും എല്ലാം, അതുപോലെ തന്നെ സ്പാനറും ഒക്കെ. അപ്പോൾ ഇതാണ് പ്രസ് ഫോർജിങ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചാണ് ഈ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നത്. നമ്മൾ ഹാമർ ഇട്ടൊക്കെ അടിക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ഹെവി ഫോഴ്സ് ഈ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം മാസ് പ്രൊഡക്ഷന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഈ മെഷീന് തന്നെ നല്ല വിലയുള്ളതാണ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രസ് ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, മെത്തേഡ്സ് ഓഫ് ഫോർജിങ്. അപ്പം മെത്തേഡ്സ് ഓഫ് ഫോർജിങ് ചോദിക്കുകയാണെങ്കിൽ 3 എണ്ണമാണുള്ളത്: ഹാൻഡ് ഫോർജിങ്, ഡ്രോപ്പ് ഫോർജിങ്, പ്രസ് ഫോർജിങ്.
10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. ഹാൻഡ് ഫോർജിങ് ഓപ്പറേഷൻസ് ആണ് ഈ ഫോർജിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി പഠിക്കാം. താങ്ക് യു.